ഒന്ന് രണ്ട് പുതിയ വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിൽ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടെന്ന് ആദ്യം വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രത്യേകത കാണാതിരിക്കാൻ പറ്റുന്നില്ല. കാശ്മീരിൽ മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത, അതായത് നമ്മുടെ ഈ ഇന്ത്യയുടെ വൻ വിജയം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം, ഇന്ത്യയുടെ വൻ വിജയത്തിന് ശേഷം പാകിസ്ഥാനിലെ പല ഭാഗങ്ങളും തകർത്തെറിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു പ്രത്യേകത പറയാതിരിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ രാജ്യത്താകമാനം ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്ന ഏതാണ്ട് അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഒന്നും അല്ല, എല്ലാവരും ഇന്ത്യക്കാരാണ്. ആ ഒരു വികാരം ഇന്ത്യയിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒരു വളരെ പ്രകടമാണ് ഇപ്പോൾ. അതിനെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കാശ്മീരി യുവതി സ്ത്രീ, ആ സഹോദരി ഒരു ലേഖകനോട് സംസാരിക്കുന്നതാണ്, ഒരു ജേർണലിസ്റ്റിനോട് ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവരതിൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിക്കുന്നത് അത്രത്തോളം അദ്ദേഹത്തിനോട് വളരെ അങ്ങ് ഇഷ്ടമായിട്ട് പ്രകടിപ്പിച്ചിട്ട് അവർ പറയുന്നത്, പ്രധാനമന്ത്രി അവിടെ വന്നിറങ്ങി, അതൊരു വലിയ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം യുദ്ധക്കെടുതിയിൽ നമ്മൾ ഈ സംഘർഷത്തിൽ ഒരുപാട് കഷ്ടം സഹിക്കുകയൊക്കെ ചെയ്തവരാണ്. അപ്പോൾ അവിടെ വന്നിറങ്ങിയത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജം പകർന്നതായിട്ട് അവർ പറയുന്നു. മാത്രമല്ല, എൻ്റെ പ്രത്യേകത അവർ പറയുന്നതെല്ലാം ശ്രീ നരേന്ദ്രമോദിജി എന്നാണ്. ആ ശ്രീ എന്നുള്ള പ്രിഫിക്സ്, ആ പേരിനൊപ്പം ഉപയോഗിക്കാൻ അവരെപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ വികാരം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പ്രകടമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ വികാരത്തോടൊപ്പം ചിലപ്പോൾ ഇതിനെ പിന്നോട്ടടിക്കുന്ന ചില പ്രസ്താവനകൾ ചില ഭാഗത്തുനിന്ന് വരും. അത് വളരെ ഖേദകരമായ കാര്യമാണ്. അതായത് ശ്രീമതി സോഫിയ ഖുറേഷിയും, അതായത് നമ്മുടെ കേണൽ സോഫിയ ഖുറേഷി, മിലിറ്ററിയുടെ വളരെയധികം വലിയ ഒരു ഉദ്യോഗസ്ഥയാണ്. അതുപോലെ തന്നെ വ്യോമിക സിംഗ് എന്ന് പറയുന്നത് എയർഫോഴ്സിലാണ്. അവരും ചേർന്ന് ആണ് ഈ മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്തത്. നമ്മുടെ പാകിസ്ഥാനെ ആദ്യം ഭീകര കേന്ദ്രങ്ങൾ 9 തകർത്തല്ലോ, അതിനുശേഷം ബ്രീഫ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു പ്രത്യേകത തോന്നാത്തതിൻ്റെ കാരണം, ഞാൻ ഈ ആളുകളെ വ്യത്യാസമായിട്ട് കണ്ടിട്ടില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെയും കണ്ടിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ ഒരുപാട് ആളുകളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഭാരതമാണ്, അത് അവിടെ ജാതിക്കോ മതത്തിനോ ഒരു ചിന്തയില്ല എന്ന് സാധാരണ ഞാൻ പറയാറുള്ളത് കൊണ്ടും എൻ്റെ മനസ്സിൽ അങ്ങനെ ആയതുകൊണ്ടും ഞാനത് ഈ പ്രത്യേകതയൊന്നും കണ്ടില്ല. പക്ഷേ അതിലൊരു പ്രത്യേകത ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ശ്രീമതി സോഫിയ ഖുറേഷിയെ കൊണ്ട് ഇത് ബ്രീഫ് ചെയ്യിച്ചത് നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രിയുടെ ഒരു വലിയ വിജയമാണ്. കാരണം അത് ഇന്ത്യയിൽ ഈ മതവ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ ഒരുപാട്, പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു അരിഷ്ഠിതാവസ്ഥ അവരുടെ കയ്യിൽ നിന്ന് മാറാനും ഒരുപാട് വലിയ കാരണമായി. കാരണം ഇത്രത്തോളം വലിയൊരു കാര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ, അവർ മുസ്ലിം എന്ന് പറയണ്ട, ഞാൻ പറയുന്ന ഒരു ഇന്ത്യൻ സ്ത്രീകളെയാണ് ഉപയോഗിച്ചത്. അവരെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചത്. അത് മാത്രമല്ല, അതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ വേറെ ആരും ഹിന്ദു സ്ത്രീകളില്ലാത്തതുകൊണ്ടല്ലോ, ഒരു മുസ്ലിം സ്ത്രീയെ കൊണ്ടാണ് അതിൽ ഇത് ചെയ്യിപ്പിച്ചത്. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി ശ്രീ വിജയ് ഷാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളെന്ന് പറയുന്നത് വളരെ വളരെ മോശമായിപ്പോയി. ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, 2 ദിവസം ആയുള്ളൂ, പറഞ്ഞത് ഭീകരരെ അവരുടെ സഹോദരിയെ കൊണ്ട് കീഴ്പ്പെടുത്തിയെന്നാണ് പറഞ്ഞ വാക്ക്. അതിനകത്ത് 2 അർത്ഥങ്ങളുണ്ടെന്ന് നമ്മുടെ ബഹുമാനീയനായ ജസ്റ്റിസ് ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ഇത് സുവമോട്ടോ കേസെടുത്തു. പോലീസിനോട് അയാൾക്കെതിരെ നിർബന്ധമായിട്ട് കേസെടുക്കണം എന്ന് ഉത്തരവിട്ടു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് മാത്രമല്ല, DGPയെ നിർബന്ധമാണ് അത് ചെയ്തില്ലെങ്കിൽ, ഇന്നലെ തന്നെ കേസെടുത്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും, അത് കോർട്ടലക്ഷ്യമായിട്ട് കണക്കാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമയം അല്പം കൂടെ ചോദിച്ചുവെങ്കിലും കൊടുക്കാൻ തയ്യാറായില്ല. കാരണം അതൊരു വലിയ കാഴ്ചപ്പാടാണ്. കാര്യം ഇന്ത്യയിൽ
വീണ്ടും വർഗീയ ധ്രുവീകരണം ഉണ്ടാകാനുള്ള ഒരിടയുണ്ടാവുന്ന ഒരു വലിയ പ്രസ്താവനയായിപ്പോയി അത്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ശ്രീമതി സോഫിയ ഖുറേഷി അവരെ വിശേഷിപ്പിച്ചത് ഭീകരരുടെ സഹോദരി എന്നാണ്. അപ്പോൾ ഭീകരരുടെ സഹോദരി അത് ഏറ്റവും ഒന്നാമത് ഇന്ത്യ നമ്മുടെ മിലിറ്ററിക്ക് തന്നെ ഏൽക്കുന്ന ഒരു വലിയ അപമാനം. ആ സേനയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം. രണ്ടാമത്തത്, ഒരു ജനതയെ മാത്രം, ഒരു സമൂഹത്തിനെ എല്ലാം മുഴുവൻ അടച്ച് ഭീകരർ എന്ന് ആക്ഷേപിക്കുന്ന ഒരു കാര്യം. ഇത് രണ്ടും ഉണ്ടായി. അതിന് കേസെടുക്കാൻ ഏതായാലും മാൻപൂർ പോലീസ്, മധ്യപ്രദേശിലെ മാൻപൂർ പോലീസ് MLA-ക്കെതിരെ, മന്ത്രിക്കെതിരെ കേസെടുത്തു എന്നുള്ളത് ഒരു വലിയ വാർത്തയാണ്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത്, ഒരിക്കലും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലാകണം ഈ കാഴ്ചപ്പാട്. ഇനി പിന്നെ അടുത്തതായിട്ട് വന്നേക്കുന്ന ഒരു വലിയ വാർത്ത, ബലൂചിസ്ഥാനിലെ ബലൂജ് നേതാവ് കേട്ടോ, അവരുടെ നേതാവ് വിഘടനവാദിയാണ് അദ്ദേഹം. കാരണം ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വേണം എന്ന് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ആ സംഘടനയുടെ, ബലൂചിസ്ഥാൻ്റെ ആ സംഘടനയിലെ അതിൻ്റെ നേതാവ് കേട്ടോ, മിർ യാർ ബലൂച്ച് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ബലൂചിസ്ഥാനം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മാത്രമല്ല, വലിയ പ്രസ്താവനകൾ പിന്നെ അതിൻ്റെ കൂടെ വന്നു. ഇനി നമ്മുടെ ആരും, ഒരു അന്താരാഷ്ട്ര സമൂഹവും ഇന്ത്യയും, അതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, ഇന്ത്യയും ഒരിക്കലും ബലൂചിസ്ഥാനിലെ ജനങ്ങളെ പാകിസ്ഥാൻ്റെ സ്വന്തം ജനത എന്ന് വിശേഷിപ്പിക്കരുതെന്നാണ്. അവർ ബലൂചിസ്ഥാനികളാണ്, ബലൂജാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ പ്രവിശ്യയാണ്. അവർ കുറേ വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് സ്വാതന്ത്ര്യം വേണം എന്നുള്ള രീതിയിൽ അതിന് പൊരുതി നിൽക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള ആർമിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവർ പാകിസ്ഥാൻ മിലിറ്ററിയെ, പാകിസ്ഥാൻ്റെ പട്ടാളത്തെ സാധാരണ ആക്രമിക്കാറുമുണ്ട്. ഒരുപാട് പട്ടാളക്കാരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അവരുടെ സ്വാതന്ത്ര്യ സമരമാണ്. എന്നിട്ട് മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹങ്ങൾ അവരെ സഹായിക്കണമെന്നും ഒക്കെ അവർ പറയുന്നു. അതുപോലെ ഒരിക്കലും അവരെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് അവരെ കണക്കാക്കരുത്, അവർ സ്വതന്ത്രരാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൽ വേറൊരു കാര്യമുള്ളത് എന്താണെന്നറിയോ, വളരെ പ്രത്യേകതയുള്ളത്, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗം, അതായത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ, ആ ഭാഗം ഇന്ത്യയുടേതാണ്. അത് ഇന്ത്യക്ക് വിട്ടുകൊടുക്കണം, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്നും, അതിനുവേണ്ടി പാകിസ്ഥാനിൻ്റെ അത് നിർബന്ധമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് വിട്ടുകൊടുക്കണം എന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുണ്ട്. അത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണണം. പിന്നെ ഇതോടൊപ്പം വരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് തെളിവുകളില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. തെളിവുകൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനെ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ ചിലപ്പോൾ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആണവ വികിരണം പാകിസ്ഥാനിലുണ്ടായി, അത് നമ്മൾ മൂലമാണ്, നമ്മൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മുടെ മിലിറ്ററി അത് അവർ ചിരിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവർ ഒഴിവാക്കിയത്. അത് ശരി, കിരാന കുന്നെന്ന് പറയുന്നിടത്ത് കിരാന ഹിൽസിലാണോ അത് ഞങ്ങൾക്കറിയില്ല. കിരാന ഹിൽസ് അത് ആക്രമിച്ചിട്ടില്ല എന്ന് വെളിവാക്കിയിട്ടുണ്ട്. പക്ഷേ വാർത്തകൾ വെളിയിലേക്ക് വരുന്നത്, പല ചാനലുകളിൽ നിന്നും വരുന്ന വാർത്തകൾ വെളിയിലേക്ക് വരുന്നത്, ഇന്ന് കിരാന കുന്നിൽ ഇവരുടെ ആണവശേഖരം, പാകിസ്ഥാൻ്റെ ആണവശേഖരം, അതിൻ്റെ വാതിലിൻ്റെ ഭാഗം ആക്രമിച്ചിട്ടുണ്ട്. ഒരു 10 ഗുഹകൾ ഉണ്ട് അതിനകത്ത് കേട്ടോ. അത് വളരെ അണ്ടർഗ്രൗണ്ടാണ്, പാറയ്ക്കടിയിലാണ്. അവിടെ ആക്രമിച്ചു. അത് നമ്മുടെ ബ്രഹ്മോസ് തകർത്ത് കളഞ്ഞു. ആ ഭാഗം തകർത്തത് ഇനി അഥവാ അങ്ങനെ തകർത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ആണവശേഖരം നിന്ന് വികിരണം ഉണ്ടാകാനുള്ള രീതിയിൽ വേണ്ടിയല്ല ചെയ്തേക്കുന്നത്. അവരിത് ഈ സാധനം വെളിയിലോട്ട് എടുക്കരുത്. കാരണം അതിനടുത്തുള്ള വ്യോമതാവളം ഉണ്ട്. അവിടുന്ന് ഒന്നീ വിമാനത്തിൽ ഈ സാധനം കൊണ്ടുപോകണം, അല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകണം, ഇത് വണ്ടി കൊണ്ടുപോകണം. ഇത് രണ്ടും ഒക്കാത്ത രീതിയിൽ ആ ഭാഗം അടച്ചു കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. തകർത്ത് അത് അവിടെ അടഞ്ഞുപോയി, അവർക്കിത് എടുത്ത് മാറ്റാനുള്ള മാർഗമില്ല എന്നുള്ളതായിട്ട് പല അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന്, ന്യൂസുകളിൽ നിന്ന് പറയപ്പെടുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യ ആണവശേഖരവും അവരുടെ ആക്രമിച്ചിട്ടില്ല. കാരണം അത് നമ്മളെ ഒരു യുദ്ധക്കുറ്റം ചെയ്യുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ അത് ഇങ്ങനെയുള്ള ഇടയാവും. നമ്മുടെ രാജ്യം അത് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ മിലിറ്ററി പറഞ്ഞാൽ ചെയ്തിട്ടില്ല, അത്രയേ ഉള്ളൂ. അതങ്ങ് വിശ്വസിച്ചോളണം. അല്ലാതെ അത് അങ്ങനെ ഉണ്ടോ ഇങ്ങനുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ രീതിയിലാണ്.
പക്ഷേ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ മെനഞ്ഞു വിടുന്നത് ഒരിക്കലും ശരിയല്ല. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാനും പാടില്ല. ഏതായാലും ഒരു കാര്യമുണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ അംഗീകരിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ വളരെ വലിയ മേൽക്കൈ അതിൽ നേടി പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളൊന്നും തെളിയിക്കാൻ പാകിസ്ഥാൻ്റെ പക്കൽ രേഖയില്ല എന്ന് അന്താരാഷ്ട്ര സമൂഹങ്ങൾ കാണുന്നു. കാരണം ഇവിടെ അങ്ങ് ഒരുപാട് പേര് പറയും നമ്മുടെ വിമാനങ്ങൾ, അതായത് ഇന്ത്യൻ വിമാനങ്ങൾ അവിടെ വെടിവെച്ചിട്ടു ഇവിടെ വെടിവെച്ചിട്ടു. എവിടെ വെടിവെച്ചതാണ്? ഏതെങ്കിലും ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടതായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെ ഒരു പൈലറ്റ് പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും വലിയൊരു വിജയം ഉണ്ടായത് നമ്മുടെ ഒരു BSF ജവാൻ, നമ്മുടെ ഇന്ത്യയുടെ ഒരു പുത്രൻ, അദ്ദേഹം പശ്ചിമ ബംഗാളുകാരനാണ്. അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിരുന്നു ഒരിക്കൽ. ഈ ആദ്യം പാകിസ്ഥാൻ ആർമി ഒരാവശ്യമില്ല, രാജസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചാബ് ഭാഗത്തുനിന്നോ പിടിച്ചുകൊണ്ട് പോയതാണ്. ആ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ കൈമാറിയില്ല. ഇന്ത്യക്ക് അവരുടെ ഒരു റേഞ്ചറെ കൈ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അത് പാകിസ്ഥാൻ അയാളെ വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആളിനെ വിട്ട് തരണം. ഇതുവരെ അവർ തയ്യാറായില്ല. പക്ഷേ ഇന്നലെ അതിനും തയ്യാറായി. നമ്മുടെ ആ ജവാനെ, അതായത് BSF ജവാനെ നമുക്ക് വിട്ടുകിട്ടി. അതൊരു വലിയ നേട്ടമാണ്. കാരണം നമ്മുടെ വിജയത്തിൻ്റെ ഒരു നേട്ടം. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇന്ന് പാകിസ്ഥാൻ ആദ്യമായിട്ട് പറയുക, ഇതുവരെ അവർ നമുക്ക് സിന്ധു നദീജല കരാർ, അതുമൂലം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. കാരണം നമ്മൾ ആ കരാറും കൊണ്ടിരിക്കുകയാണ്. ആ കരാറും കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചർച്ചയില്ല എന്നാണ് അവർ പറഞ്ഞത്. ചർച്ചയില്ല. അപ്പോൾ ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറായില്ല. ഇന്ന് ആദ്യമായിട്ട് പറയുക സിന്ധു നദി ജല കരാറിൻ്റെ സംബന്ധത്തിൽ അതിന്മേൽ ചർച്ചയ്ക്ക് അവർ തയ്യാറാണെന്ന്. അവർ തയ്യാറായിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് കാര്യത്തിലേ ചർച്ചയുള്ളൂ. ഒന്ന് POK, അതായത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യക്ക് വിട്ടുതരുന്നത് സംബന്ധിച്ച്. രണ്ടാമത്തത് ഭീകരരെ കൈമാറുന്നത്. ഇതല്ലാതെ വേറെ ചർച്ചയില്ല എന്ന് അർത്ഥശങ്കയില്ലാത്ത വിധം പ്രധാനമന്ത്രി, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞതോടുകൂടി തന്നെ അവരാകെ അങ്കലാപ്പിലാണ്. പാകിസ്ഥാൻ ഈ രീതിയിലാണ് ഇപ്പോൾ. ഇനി അത് അവിടെ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ കഴിവുകേട് കൊണ്ടും വൃത്തികേട് കൊണ്ടും വിവരക്കേട് കൊണ്ടും അത് നശിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാൻ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതുപോലെ നോക്കിയിരിക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വരും കാര്യങ്ങൾ. അവരൊക്കെ ഇന്ത്യക്ക് സപ്പോർട്ട് കൊടുക്കാൻ വളരെയധികം ഇഷ്ടവുമാണ് അവർക്കൊക്കെ. അപ്പോൾ അത് നമ്മൾ കാണേണ്ടത് പാകിസ്ഥാൻ്റെ തകർച്ചയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. ഇത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് വിവരക്കേട് കാണിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളണം. ഇതേപോലുള്ള പ്രഖ്യാപനങ്ങൾ ഈ വിജയ് ഷായുടെ ഭാഗത്തു നിന്നുണ്ടായതുപോലുള്ള പ്രഖ്യാപനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളതല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല.